ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുകയും നെഗറ്റീവ്സിനെ വിട്ടുകളയും റിമൂവ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളിലേക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറി യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യാൻ പോകുന്നു എന്നാണ് ഇന്നത്തെ കാർഡ്സ് കിട്ടിയിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഇത് ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ ഇത് വാലിഡായിട്ട് തുടങ്ങും. ഇന്ന് രാവിലെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർ ഒത്തിരി വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. 8 ഓഫ് സ്വാർഡ്സ് കാർഡാണ് കാണിച്ചിരിക്കുന്നത്. എന്താ 8 ഓഫ് സ്വാർഡ്സ് കാർഡ് മീൻ ചെയ്യുന്നത്? എൻ്റെ വ്യൂവർ വളരെയേറെ സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ടും ടെൻഷൻ അടിച്ചിരിക്കുന്നതായിട്ടും കാണിക്കുന്നു. ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കണ്ണ് തുറന്ന് നോക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ കണ്ണ് മൂടി കെട്ടി വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നമുക്ക് മുന്നിൽ അവസരങ്ങളുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരവസ്ഥ. മനസ്സിലായോ? ആ ഒരു അവസ്ഥയിൽ നമ്മളെ തന്നെ ഒരു വിലയിരുത്താൻ പറ്റാത്തൊരവസ്ഥ. ഒത്തിരി ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണിക്കുന്നത്. അതെന്ത് കാരണം കൊണ്ടാവാം. ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് വിട്ടു നിൽക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുന്നതാവാം, എന്തുമാവാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൻ്റെ എനർജിയൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാർഡും 2 ഓഫ് സ്വാർഡ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതും സെയിം ഒരു ഫീലിംഗ് തന്നെയാണ്. മറ്റുള്ളവരാൽ ബന്ധിക്കപ്പെട്ടൊരവസ്ഥ, ആരുടെയൊക്കെ ഓർമ്മയിൽ ബന്ധിക്കപ്പെട്ട ഒരവസ്ഥ, ആരൊക്കെയോ നിങ്ങൾക്ക് ഒരു സഹായവുമായിട്ട് വരാത്തൊരവസ്ഥ. നിങ്ങൾ ഒത്തിരി പേരോട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ ആവശ്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്തൊരവസ്ഥ. ആ ചെയ്യാം എന്ന് പറയല്ലാണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്തൊരവസ്ഥയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഒത്തിരി ചിന്തിച്ചിരിക്കുക, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഒത്തിരി ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ടാണ് കഴിഞ്ഞ ദിവസം വരെ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട്, കഴിഞ്ഞൊരു ദിവസം വരെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റുപാട് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. മനസ്സിലായോ എന്താ പറയുന്നതെന്ന്? അടുത്ത കാർഡ് എന്താണെന്നറിയോ? 10 ഓഫ് പെൻറ്റക്കിളാണ്. അതും റിവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത്. റിവേഴ്സായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനി സമ്പാദിക്കാൻ പറ്റുമോ? ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ പോകുന്നവരോ കരിയറിൽ എന്തെങ്കിലും ലോസ് വന്നവരൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്, എനിക്ക് ഇനി മുന്നേറാൻ പറ്റുമോ? അല്ലെങ്കിൽ പ്രണയബന്ധമാവാം, അതുമായാലും നിങ്ങൾ ചിന്തിക്കുന്നത്, എൻ്റെ പ്രണയിനി എൻ്റെ അടുത്തേക്ക് വരുമോ? അല്ലെങ്കിൽ ഞാൻ പ്രണയിക്കുന്ന ആ വ്യക്തി, ആണും പെണ്ണും ആവാം കേട്ടോ, അവരെൻ്റെ അടുത്തേക്ക് വരുമോ? ഞാൻ ഇത്രത്തോളം വെയിറ്റ് ചെയ്തില്ലേ, എന്തുകൊണ്ട് അവർ തിരിച്ചു വരാത്തെ? അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. എനിക്കൊരു പുരോഗതി ഇല്ലല്ലോ, ഞാൻ എത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് പുരോഗതി കിട്ടാത്തത്? ഫിനാൻഷ്യൽ ലോസ് കാണിക്കുന്നുണ്ട്. നല്ലപോലെ ഫിനാൻഷ്യൽ ലോസ് ഉള്ള വ്യക്തികളെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതാണ് 10 ഓഫ് പെൻറ്റക്കിൾ. സന്തോഷമില്ല. നമുക്ക് ചുറ്റുപാടും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്, ഒത്തിരി ബന്ധുക്കളായിട്ട് നമ്മൾ അവർ ഫങ്ഷനൊക്കെ പോകുന്നുണ്ട്, എന്നാൽ നമുക്കൊരു സന്തോഷം കിട്ടാത്തൊരവസ്ഥ. നമ്മൾ മൊത്തത്തിലാകെ ഡൗൺ ആയി പോയ ഒരു ഫീൽ നമുക്കുണ്ടാകുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ്സിനെയൊക്കെ വിട്ടുകളയുന്നുണ്ട്, എന്നാൽ ആരുടെയൊക്കെയോ ഒരു ബന്ധനത്തിൽ പെട്ട അവസ്ഥ. എന്തിൻ്റെയൊക്കെ ഒരു എന്താ പറയുക പിരിമുറുക്കത്തിൽ പെടുന്നൊരവസ്ഥയില്ലേ.
ഉള്ളു തുറന്ന് നമുക്ക് സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് ആരെങ്കിലോട് പറയാൻ പറ്റുമോ? അതും പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെയൊക്കെയാണ് ഈ 3 കാർഡ്സും കാണിക്കുന്നത്. 10 ഓഫ് സോർഡ്സ് കാർഡും റിവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അതും എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് പുരോഗതി വരണം, എനിക്കിപ്പോൾ ഫിനാൻഷ്യലി ലോസ് സംഭവിച്ചു, കരിയറിൽ ലോസ് സംഭവിച്ചു, എനിക്കിതൊക്കെ മാറി പുതുതായിട്ടൊരു പുരോഗതി ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി ഇന്നലെ രാത്രി നിങ്ങൾ ഒത്തിരി ആലോചിച്ചിരിക്കണം, നാളെ നേരം പുലരുമ്പോൾ എനിക്ക് എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എൻ്റെ ലൈഫിൽ വരുന്നത്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് അങ്ങനെയായിരിക്കും നിങ്ങൾ കിടന്നിട്ടുണ്ടാവുക. എങ്ങനെയെങ്കിലും എനിക്ക് പുരോഗതി വരുത്തണമല്ലോ, എന്തുകൊണ്ടാണ് ദൈവം എന്നെ അനുഗ്രഹിക്കാത്തത്, എൻ്റെ കൂടെ വരാത്തത് എന്ന് ചിന്തിക്കുന്ന പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് പറയുകയാണ്, കഴിഞ്ഞു പോയത് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിനക്കൊരു സ്റ്റക്ക് എനർജി ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തിലെങ്കിലും ബന്ധനത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഓർമ്മകളാൽ നിങ്ങൾ ഇന്ന് അത്രയും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നു. ദ വീൽ കാർഡ് കണ്ടോ? അതെന്താ പറയുന്നേ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റം വരാൻ പോകുന്നു. ഇന്നു മുതൽ അതിനു വേണ്ടി കാത്തിരുന്നോളൂ നിങ്ങൾ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഫിനാൻഷ്യലി ലോസ് വന്നതായിക്കോട്ടെ, നിങ്ങൾ പ്രണയം എവിടെയെങ്കിലും സ്റ്റക്കായി നിന്നതായിക്കോട്ടെ, എന്തെങ്കിലും ഓർമ്മയിൽ നിങ്ങൾ ആ ബന്ധനത്തിൽ പെട്ടതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പുരോഗതി ഉണ്ടോ, നിങ്ങളുടെ കരിയർ എവിടെയാണ് നിൽക്കണേ, ഒരു പെരുവഴിയിലാണല്ലോ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്ന പേഴ്സൺസിന് ഇന്നു മുതൽ നിങ്ങൾക്ക് ഉണ്ടായ കർമ്മ അവസാനിക്കാൻ പോകുന്നു, നിങ്ങൾക്കുണ്ടായ ദുഃഖം അവസാനിക്കാൻ പോകുന്നു. ദാ വീല് കണ്ടോ? നിങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ യൂണിവേഴ്സ് എത്തിക്കാൻ പോകുന്നു. നിങ്ങളിലെ എല്ലാ ബന്ധനങ്ങളും സ്റ്റക്ക് എനർജിയും എല്ലാം മാറി പുതുതായിട്ട് യൂണിവേഴ്സ് അവിടെ പ്രകാശം കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ളത് നിങ്ങൾ നോക്കാനാണ് പറയുന്നത്. അവസരങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, സാധ്യതകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ അതന്വേഷിക്കാതെ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട വ്യക്തിയല്ല. നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള കഴിവുള്ളൊരു വ്യക്തിയാണ്. എന്ത് ചെയ്യണമെന്ന് യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സന്തോഷിക്കാൻ തന്നെയാണ് പോകുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ സണ്ണിനെ പോലെ പ്രകാശിക്കുമെന്നാണ് പറയുന്നത്. ദ സൺ കാർഡാണ് അടുത്ത കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം വരുന്നു, പ്രകാശം വരുന്നു. നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാനും നിങ്ങളുടെ കൂടെ നിങ്ങളെ നയിക്കുവാനും ഒരു ഏഞ്ചൽ വരുന്നു. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ച് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. പോസിറ്റീവ് ചിന്തകളോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യമായാലും അത് നിങ്ങളിലേക്ക് വരും. ഇറങ്ങി പ്രവർത്തിക്കാനാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങളിലേക്ക് സന്തോഷം വരുന്നു, അബണ്ടൻ വരുന്നു, പുരോഗതി വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹമാണോ അത് നിങ്ങളിലേക്ക് എത്തും. അതിന് നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മളുടെ ആഗ്രഹങ്ങൾ ഓരോ ദിവസവും അതിനെ തന്നെ ആഗ്രഹിക്കുക, എന്നും അതിനെ തന്നെ ആഗ്രഹിക്കുക. പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്തിനെയാണോ ആഗ്രഹിക്കുന്നത്, എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടത് എന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ദിവസവും നിങ്ങൾ ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ പോസിറ്റീവ് ചിന്തകളെ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്യുക. എല്ലാ ദിവസവും ഓരോ ദിവസം കൂടുന്തോറും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിക്കോട്ടെ, നിങ്ങൾ ഇന്നിരിക്കുന്ന അവസ്ഥ ആയിക്കോട്ടെ, ബാധ്യതകൾ ഉണ്ടാവും, അത് തീരേണ്ട അവസരങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നു. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അതിൽ നിങ്ങൾക്ക് സ്റ്റക്ക് എനർജി ഉണ്ടോ? അത് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള വീൽ കാർഡും സൺ കാർഡും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അവസരങ്ങൾ നീട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങളോട് കണ്ണു തുറന്ന് നോക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇന്ന് എനിക്ക് പറയാൻ ഒത്തിരി ഉണ്ട് കേട്ടോ നിങ്ങളോട്. നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുന്നേറാനാണ് പറയുന്നത്. അടുത്ത കാർഡ് എന്താ? പെൻഡക്കിൾ കാർഡാണ്. 9 ഓഫ് പെൻഡക്കിൾ കാർഡാണ്. എന്താണ് 9 ഓഫ് പെൻഡക്കിൾ കാർഡ്? ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെയാണ് എങ്കിൽ, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ ഒരു മെസ്സേജോ കോളോ അവരുടെ സൈഡിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള സൈൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്.
നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സാണോ കരിയറാണോ അവിടെ സ്റ്റക്കായി നിൽക്കുന്നത്, അത് നിങ്ങളിലേക്ക് ഓരോ നാണയത്തുട്ടുകളായിട്ട് നിങ്ങളിലേക്ക് വരുന്നു. അബൻഡൻ വരുന്നു, പുരോഗതിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഏസ് ഓഫ് കപ്സ് കാർഡ് എന്താ പറയുന്നത്? ഏസ് ഓഫ് കപ്സ് കാർഡ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു നിങ്ങളിലേക്ക്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ന്യൂ കണക്ഷൻ വരുന്നു എന്നാണ് പറയുന്നത്. പുതിയൊരു കണക്ഷൻ വരുന്നു നിങ്ങളിലേക്ക്. പുതിയ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ പറയാതെ മടിച്ചു വെച്ച കാര്യമാണെങ്കിൽ അത് പറഞ്ഞോളൂ. അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ വരുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി ഫിനാൻഷ്യൽ സ്ട്രഗിൾ ചെയ്തിട്ടാണോ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്? നിങ്ങളോട് തുടക്കം കുറിച്ചോളാനാണ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ വളരെ കുറച്ച് നാളുകൾ മാത്രം എന്നാണ് പറയുന്നത്. ഇറങ്ങി പ്രവർത്തിക്കാൻ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലിട്ട് നീറുന്ന ഓരോ വിഷമങ്ങളും യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷമായി തിരികെ തരും. നിങ്ങൾ നിരാശയിലാണോ ഇരിക്കുന്നത്? അതൊന്നും വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്താണെന്നറിയോ, നിങ്ങൾ മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ പോകുന്നു. നിങ്ങൾ സ്നേഹം കൊണ്ട് നിറയാൻ പോകുന്നു. ആരുടെയൊക്കെ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നു, എന്തൊക്കെ വ്യക്തികളിൽ നിന്ന് നിങ്ങൾ മനസ്സിന് വിഷമം അനുഭവപ്പെട്ടോ, ആ വിഷമങ്ങളെല്ലാം ഹീലായി പോകാൻ പോകുന്നു. നിങ്ങളോട് മനസ്സിനെ ഹീലാക്കി കളയാൻ പറയാണ്. വിഷമങ്ങളെ എടുത്ത് കളയൂ. നിങ്ങളെന്ന പോസിറ്റീവിനെ മാത്രം ചിന്തിക്കൂ. നിങ്ങളെന്ന വ്യക്തി ഒരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കൂ. നിങ്ങൾക്ക് എവിടെ ചെന്നാലും ഇന്ന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യത്തിലും പോസിറ്റീവ് എനർജി തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ പോസിറ്റീവ് എനർജി. നിങ്ങളുടെ നെഞ്ചോട് കൈ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഇന്ന് ഞാൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർ, ആ പ്രവൃത്തി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണോ നിങ്ങളുടെ ആഗ്രഹമെന്ന യൂണിവേഴ്സിനോട് പറയുക. അത് എനിക്ക് ചുറ്റുപാടുമുള്ള എല്ലാ നല്ല അവസരങ്ങളും എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. എല്ലാ പോസിറ്റീവ് ചിന്തകളും എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. ഞാൻ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയും എന്നിലേക്ക് കൊണ്ടുവരില്ല. ഞാൻ പുരോഗതിയിലേക്ക് നയിക്കപ്പെടേണ്ട ആളാണ്. എനിക്ക് സമാധാനവും സന്തോഷമുള്ളൊരു ലൈഫ് വേണ്ടതാണ്. എങ്കിൽ യൂണിവേഴ്സ് എൻ്റെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലും ഞാൻ തളരില്ല. എൻ്റെ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ആഗ്രഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പേഴ്സൺ ഇന്ന് എന്നിൽ നിന്ന് അകന്നു നിൽക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്, ആ പേഴ്സൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് യോഗ്യനായ ഒരു ആൾ ഞാൻ മാത്രമാണ്. അവരിലുള്ള നെഗറ്റീവ്സ് പോയിട്ട് പോസിറ്റീവ് ചിന്ത എന്നവരിൽ എത്തുന്നു, അപ്പോൾ എൻ്റെ യോഗ്യത അവർ മനസ്സിലാക്കും. ആരുമായിക്കോട്ടെ, നിങ്ങളെ ഇന്ന് സ്നേഹിച്ച് വഞ്ചിച്ചു പോയിട്ടുള്ള ആരുമായിക്കോട്ടെ, അവർ നിങ്ങളൊരു യോഗ്യനായ അല്ലെങ്കിൽ യോഗ്യയായ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവും. നിങ്ങളിലാണ് പോസിറ്റീവ് എന്നവർ മനസ്സിലാക്കും. നിങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ അവർക്കുള്ള എല്ലാം യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. ബോട്ടം ഓഫ് ദി ഡെക്ക് കണ്ടോ? അതെന്താ കാണിക്കുന്നതെന്നറിയോ? 7 ഓഫ് പെൻറ്റക്കിളാണ്. ഇന്ന് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ എക്സാംസ് എഴുതാൻ പോകുന്ന ഏതൊരു വ്യക്തിയുമാകട്ടെ, എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങിത്തിരിക്കാൻ പോകുന്ന ഏത് വ്യക്തിയുമാകട്ടെ, നിങ്ങൾക്ക് അവിടെ പുരോഗതി തന്നെയാണ്. ഓരോ മണികളായിട്ട് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ഒരു ചെടിയെ പരിപാലിച്ച് അതിനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്തുണ്ടാക്കുമെന്ന് പറയുന്നത്? പുരോഗതി ഉണ്ടാക്കും. ഇൻകമാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾ ഇന്ന് തുടക്കം കുറിച്ച് കഴിഞ്ഞു. നിങ്ങൾ നെഗറ്റീവായി ചിന്ത വേണ്ട, നടക്കൂ എന്നുള്ള ചിന്ത വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ സ്നേഹമാണോ, ആ സ്നേഹം നിങ്ങൾ എത്രത്തോളം അവർക്ക് കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ 10 മടങ്ങ് നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട വ്യക്തിയല്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിലേക്ക് പോസിറ്റീവ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാനാണ് ഇവിടെ പറയുന്നത്. ഇന്ന് റീഡിങ് പറയുന്ന എനിക്കും ഒത്തിരി എനർജി കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
കാരണം ഇന്ന് രാവിലെ തന്നെ എണീറ്റ് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി ഈ കാർഡ് എടുത്ത് നിങ്ങളോട് ഇന്ന് സംസാരിക്കുമ്പോൾ എന്നിലേക്ക് യൂണിവേഴ്സ് ഒരു പോസിറ്റീവ് എനർജി തരുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ആ പോസിറ്റീവ് എനർജിയെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്ക് നിറയ്ക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട വ്യക്തികളല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കണ്ണു തുറന്ന് നിങ്ങൾ പ്രകാശത്തിലേക്ക് നോക്കാനാണ് പറയുന്നത്. കണ്ണുകളിലെ കെട്ടുകളഴിച്ച് നിങ്ങൾ പ്രകാശത്തിലേക്ക് നോക്കൂ. നിങ്ങൾ ആ പ്രകാശത്തിനനുസരിച്ച് നിങ്ങൾ ആ വഴി തെളിക്കുന്നതിലേക്ക് നിങ്ങൾ പോകൂ. അത് നിങ്ങൾക്കുള്ള വഴിയാണ്. ആ വഴി വെട്ടി നിങ്ങൾ തന്നെ നിങ്ങൾക്കുള്ള പുരോഗതി കണ്ടെത്തും. എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അവിടേക്ക് നിങ്ങൾ എത്തും തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീറ്റ് ഞാൻ ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി കേട്ടോ. നേരത്തെ തന്നെ ഒരു നല്ല അന്തരീക്ഷം ഫീൽ ചെയ്തു. എനിക്ക് ചുറ്റും ഒത്തിരി പോസിറ്റീവ് എനർജി ഉള്ളതുപോലെ തോന്നി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്ത് തന്നെ ഒരു ടെമ്പിളുണ്ട്, ചർച്ചുണ്ട്. കുറേ പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റി. ഒത്തിരി പോസിറ്റീവ് ഫീൽ എനിക്ക് ചെയ്തു. എന്തെന്നില്ലാത്തൊരു ആശ്വാസമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ റീഡിങ് എടുക്കാനായിട്ട് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു എന്നിലുള്ള ആ പോസിറ്റീവ് എനർജി നിങ്ങളിലുമുണ്ടെന്ന്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ കാര്യങ്ങളിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ കിടക്കുകയാണ്. നമുക്ക് പോസിറ്റീവായ ചിന്തകളും നമ്മളിലേക്ക് പ്രകാശവുമാണ് ആവശ്യം. നമ്മളിലേക്ക് ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കേണ്ടത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ആളല്ല നമ്മൾ. എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്, ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ വിഷമത്തിലാണ് എന്ന് നിങ്ങൾ അവരോടും പറയരുത്. നിങ്ങൾ എത്ര വിഷമമുണ്ടെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കൂ. നിങ്ങളോട് സമീപിക്കുന്ന, നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന ഏതൊരു വ്യക്തിയായാലും അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൂ എന്നാണ് യൂണിവേഴ്സ് എന്നിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒത്തിരി വ്യക്തികളുണ്ടാവും നമുക്ക് ചുറ്റും, അല്ലേ? അവരെ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. നീ ചെയ്യാൻ പോകുന്ന കാര്യം നടക്കുമോ എന്ന് അവർ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവാം. നിങ്ങൾ അവരോട് പറയണം, നടക്കും. ഞാൻ വിശ്വസിക്കുന്നത് യൂണിവേഴ്സിനെയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ദൈവത്തെ ആയിക്കോട്ടെ, ആ ദൈവത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടാവുക. നിങ്ങൾ ഒത്തിരി നേരം യൂണിവേഴ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. യൂണിവേഴ്സിനോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനുള്ള ഉത്തരവും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. വിശ്വസിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ വാക്കുകളല്ല കേട്ടോ, യൂണിവേഴ്സിൻ്റെ വാക്കുകളാണ്. ഞാൻ ആ കാർഡ്സിലൂടെ നിങ്ങൾക്ക് ഒരു ഗൈഡായി നിൽക്കുന്നെന്ന് മാത്രം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? നമ്മൾ ഒന്നിനെയും വിഷമിപ്പിക്കരുത്. നമ്മളുടെ തെറ്റുകൾ ആദ്യം നമ്മൾ കണ്ടെത്തുക, അതിനെ തിരുത്തി നമ്മൾ പോസിറ്റീവ് ആവാൻ ചിന്തിക്കുക. നമ്മളിലേക്ക് പോസിറ്റീവ് ചിന്തകളും പ്രവൃത്തിയും വരുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ളവരിലേക്ക് നമുക്കത് പകർന്നു കൊടുക്കാൻ പറ്റും. ഞാനും നിങ്ങളെപ്പോലൊരു വ്യക്തി തന്നെയാണ്. എന്നിലും തെറ്റുകളുണ്ട്. ഞാനും എന്തെങ്കിലും മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, സോറി പറയാൻ തയ്യാറാവുക. നമ്മൾ പോസിറ്റീവിനെ മാത്രമേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹം തന്നെ ഇന്ന് നിലനിന്ന് പോകുന്നത് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ്, അല്ലേ? അതെന്നും നിലനിർത്തി തരുവാനായിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മളിൽ കേൾക്കുന്ന കിളികളുടെ ശബ്ദവും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ നദികളും കടലും കാറ്റും ഈ സുഗന്ധവും നമ്മുടെ വരും തലമുറയ്ക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു കർമ്മയുണ്ട്. നിങ്ങൾ എന്ത് കാര്യവും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ അനുഭവത്തിലൂടെ കൊണ്ടുപോകുന്നതും
ആ ഈശ്വരൻ്റെ അനുഗ്രഹമാണ് എന്ന് കരുതും. നിങ്ങൾക്ക് ഇന്നുണ്ടാകുന്ന എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് കരുതും. ഈ ഒരു ജനറേഷനിൽ ജീവിക്കാൻ പറ്റിയതും ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സുഖവും സന്തോഷവും നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത പുണ്യമാണെന്ന് കരുതും. എൻ്റെ റീഡിങ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാവാനായിട്ട് യൂണിവേഴ്സിനോട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം നിംസ്.